നഗരത്തിൽ നിരന്തരമുണ്ടാകുന്ന ബോംബ് ഭീഷണികളിലെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഇന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമുണ്ട്. മനീഷ് മഹിപാൽ ചേരും. മനീഷ്, എപ്പോഴാണ് ഈ യോഗം ചേരുക? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉന്നതതല യോഗം ചേരുന്നത്. DCP അടക്കം സേനയിലെ സൈബർ വിദഗ്ധർ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായി തലസ്ഥാനത്തെ പോലീസിന് തലവേദനയാകുകയാണ്. അത് കാരണം 2 മാസത്തിനിടെ 40 ഇടങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ക്ലിഫ് ഹൗസ്, സെക്രട്ടേറിയറ്റ്, വഞ്ചൂർ കോടതി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി സെക്രട്ടേറിയറ്റ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ, പത്മനാഭ സ്വാമി ക്ഷേത്രം അടക്കം നിരവധി സ്ഥലങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഇമെയിൽ മുഖേന ബോംബ് ഭീഷണി വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം അയക്കുന്നത് അടക്കമുള്ള ഉറവിടം പോലും കണ്ടെത്താൻ ഇതുവരെ സേനയിലെ സൈബർ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളിലെ മൈക്രോസോഫ്റ്റ് വിദഗ്ധരുടെ അടക്കം ഡാറ്റ, ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചില മൈക്രോസോഫ്റ്റ് കമ്പനിയോട് ഇത് സംബന്ധിച്ചുള്ള ഡാറ്റകൾ പോലീസ് തേടിയിരുന്നു. പക്ഷേ ആ സ്വകാര്യ കമ്പനികളിൽ നിന്നും അത്തരത്തിലുള്ള ഡാറ്റകൾ കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് പുറമേയുള്ള, അതായത് രാജ്യത്തിന് പുറത്തുള്ള കമ്പനികളിൽ നിന്ന് പോലും ഈ രീതിയിൽ ഡാറ്റ വാങ്ങിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്വേഷണ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കമ്മീഷണർ പങ്കെടുക്കുന്ന, DCP പങ്കെടുക്കുന്ന ഒരു യോഗം കമ്മീഷണറേറ്റിൽ ചേരുന്നത്. സ്മിത. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.